ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വെച്ചാൽ സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് പുതിയതായിട്ട് ലോഞ്ച് ആയ ഒരു ഫോണാണ് സാംസങ് ഗാലക്സി S25 എഡ്ജ് എന്ന് പറഞ്ഞ ഫോണ്. അപ്പം ഈ ഫോണിൻ്റെ ഫുൾ ഫീച്ചേഴ്സും കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. അതോടൊപ്പം ഈ ഫോൺ ഈ ഒരു പ്രൈസിന് വെർത്താണോ എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ഏത് ടൈപ്പ് യൂസേഴ്സിനാണ് പറ്റിയ ഫോൺസ് എന്നൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കിതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് ഫോൺ തിൻ ആയിട്ടുള്ള ഫോണാണ്. വളരെയധികം ചെറിയൊരു ഫോണാണ് ഈ ഒരു ഫോൺ. എന്നുവെച്ചാൽ വലിപ്പമുണ്ട്, ബട്ട് തിക്നെസ് വളരെയധികം കുറവാണ്. നല്ലൊരു തിന്നായിട്ടുള്ള ഫോൺ എന്ന് വെച്ചാൽ 25 ഇറങ്ങിയ സമയത്തെ റൂംമേറ്റ്സ് ഒക്കെ വന്നിരുന്നു, ഒരു എഡ്ജ് വരുന്നുണ്ട് തിന്നായിരിക്കുന്നത്. ആ ഒരു പോലെ തന്നെ തിന്നായിട്ട് ഫോണാണ്. 5.8 mm തിക്നെസ്സേ ഉള്ളൂ. അതോടൊപ്പം തന്നെ വെയിറ്റ് വരുന്നത് 163 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഡിസൈൻ സൈഡൊക്കെ എനിക്ക് അത്യാവശ്യം കൊള്ളാം. എന്നുവെച്ചാൽ ഏതോ ഒരു മോഡലിലുണ്ട്, സാംസങ് തന്നെ ഏതൊരു മോഡലുള്ളതാണ്. പക്ഷേ ആ ഒരു തിക്നെസ്സിൽ ആ ഒരു ഡിസൈൻ ക്യാമറ സൈഡൊക്കെ ആ ഒരു തിക്നെസ് വന്നപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ കൊള്ളാം. എനിക്ക് പിന്നെ അതോടൊപ്പം തന്നെ 3 ടൈപ്പ് കളർ വേരിയൻറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു 3 ടൈപ്പിലും ഈ ഒരു ടൈപ്പ് കളർ വേരിയൻറ്റ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിരുന്നു. ബാക്കി സ്പെക്കും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതോടൊപ്പം പ്രൈസും കൂടെ പറഞ്ഞുതരാം. ഡിസ്പ്ലേ സൈസ് വരുന്നത് വെച്ചാൽ 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഗൊറില്ല 2ൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിന് പ്രോസസ്സറായിട്ട് വരുന്നത് സ്നാപ്ഡ്രാഗൻ്റെ തന്നെ 8Elite എന്ന് പറഞ്ഞ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസ്സറാണ്. പിന്നെ LPDDR5S റാമും UFS 4.0 സ്റ്റോറേജും വരുന്നുണ്ട്. പിന്നെ അതോടൊപ്പം നമ്മൾ Android 15 ആണ് ഇരിക്കുന്നത്. 1 UI 7 ആണ്. സാംസങ്ങിൻ്റെ പുതിയ UI 7 ആണ് വന്നിരിക്കുന്നത്. പിന്നെ 200 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ വോയിസ് സപ്പോർട്ട് ഉള്ളതുണ്ട്. പിന്നെ 2x ഒപ്റ്റിക്കൽ സൂമും സപ്പോർട്ടുണ്ട്. പിന്നെ 12 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ 12 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയും വരുന്നുണ്ട്. പിന്നെ ബാറ്ററി സൈഡ് 3090 mAhൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. ബാറ്ററി വളരെയധികം കുറഞ്ഞ ഇതാണ് ഇരിക്കുന്നത്. പിന്നെ 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. വയർലെസ് ആയിട്ട് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ അൾട്രാസോണിക്കിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ് ഇരിക്കുന്നത്. വൈഫൈ 765 സപ്പോർട്ട് ഉണ്ട്. പ്രൊട്ടക്ഷൻ വരുന്നത് IP68ൻ്റെ റേറ്റിംഗ് ഉണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെച്ചാൽ 12GB റാം 256GBക്ക് 1,09,000 രൂപയും 12GB റാം 512GBക്ക് 1,21,000 രൂപയാണ് പ്രൈസ് വരുന്നത്. 1,00,000ൻ്റെ മേളിലാണ് ഇതിൻ്റെ പ്രൈസ്. അതേ സെയിം ടൈം സ്പെക്ക് വെച്ച് നോക്കുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ സ്പെക്ക് ഉള്ളതാണ് സാംസങ്ങിൻ്റെ അൾട്രാ സീരീസിന്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ഏത് യൂസേഴ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തിക്നെസ് കുറഞ്ഞ ഫോൺ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫോൺ എടുക്കാം. അല്ലാതെ ഞാൻ ഈ ഫോൺ വേറെ ആർക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഈ ഒരു പ്രൈസ് വെച്ച് എന്തോ ഇത്. അതേ സംബന്ധിച്ച് ഈ ഒരു പ്രൈസ് ഉണ്ടെങ്കിൽ നമുക്ക് അൾട്രാ എടുക്കാം. എല്ലാ പരിപാടിയും ഉണ്ട്. പിന്നെ ഇതിനകത്ത് സ്പെക്ക് വെച്ചിൽ നമുക്ക് AI സപ്പോർട്ടും കാര്യങ്ങളുണ്ട്. ഗാലക്സീൻ്റെ AI സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ പ്രൈസ് വെച്ച് നോക്കണമെങ്കിൽ ഇതാണ് കുഴപ്പം. ഇപ്പോൾ ഇതിൻ്റെ പ്രീ ബുക്കിംഗ് ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പ്രീ ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരും ചെയ്യുക. പിന്നെ അതോടൊപ്പം തന്നെ മെയ് 23 സെല്ലിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം സ്ലിം എടുക്കണം എന്നുള്ളവർ മാത്രം ഇതെടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ വേറെ ഏതെങ്കിലും ഫോൺ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഓക്കെ.